ഹായ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ചൻകോവിൽ കാട്ടിനകത്തോടുള്ള ഒരു ഡ്രൈവാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകാം. എല്ലാവരും മറക്കാതെ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. കാരണം വീഡിയോ കണ്ടു തീരുമ്പോൾ ലൈക്ക് ചെയ്യാൻ ചിലപ്പോൾ മറന്നു പോകും. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പോവാം. വെടിവെച്ചാങ്കോവിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെവിടെ യാത്ര പോകണമെങ്കിലും ഇവിടെ വന്ന് ഈ വെടി വഴിപാട് കഴിച്ചിട്ടാണ് സാധാരണ പോകാറുള്ളത്. അപ്പം നമ്മൾ വെടി വഴിപാടിന് കൊടുത്തിട്ട് ഇവിടെ നിന്ന് തിരിക്കുന്നു. അപ്പം ഇന്നത്തെ യാത്രയിൽ നമുക്ക് കുറേ സർപ്രൈസുകളുണ്ട്. ഒത്തിരി കാലത്തിന് ശേഷം നമ്മളിന്ന് സഫാരിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇന്ന് സഫാരി എടുക്കാനുള്ള മെയിൻ കാരണം ഇന്നത്തെ നമ്മളെ യാത്ര കുറച്ച് ഓഫ് റോഡ് കാണുമെന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അവിടെ റോഡ് നല്ല യൂഷ്വലി മെയിൻറ്റെയിൻ ചെയ്തിടാറുണ്ടെന്നാണ് അറിവ് ഈ അച്ചൻകോവിൽ റൂട്ട്. അപ്പം എന്നാലും കാട്ടിനകത്തോട്ട് പോകണോണ്ടാണ് നമ്മളിന്ന് സഫാരി ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് ഇഞ്ചക്കൽ പോയി ഇഞ്ചക്കലിൽ നിന്ന് വെട്ട് റോഡ്, അവിടെ നിന്ന് MC റോഡ് കയറിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. രാവിലത്തെ സമയമുണ്ട്, ഇപ്പം സിഗ്നലൊന്നും ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത്രയും ദൂരം കവർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കിള്ളിപ്പാലം എത്തി. നമുക്ക് ബൈപ്പാസിൽ, അതായത് ഹൈവേയിലോട്ട് കയറണമെങ്കിൽ കിള്ളിപ്പാലത്തിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം. അതായത് ഈ നെയ്യാറ്റിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ കിള്ളിപ്പാലത്തിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം. കിള്ളിപ്പാലത്തിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഈ റോഡ് ഇപ്പോൾ പണി നടക്കുവാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കഴിഞ്ഞാൽ പണി നടക്കുവാണ്. അതുകൊണ്ട് ഈ റൂട്ട് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രാവിലത്തെ സമയമൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് ഇല്ലാത്ത സമയത്ത് ഇവിടെ നല്ല ബ്ലോക്കാണ്. അതുകൊണ്ട് ഇതുവഴി വരുന്നവർ ഈ അട്ടക്കുളങ്ങര ജംഗ്ഷൻ ഒഴിവാക്കി പോകുന്ന നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഈഞ്ചക്കലെത്തി. നമുക്ക് ഈഞ്ചക്കലിൽ നിന്ന് ഹൈവേയിലോട്ട് ഇറങ്ങി റൈറ്റ് എടുത്ത് പോകണം. റൈറ്റ് എടുത്ത് കൊല്ലം ഭാഗത്തേക്കാണ് പോകാനുള്ളത്. രാവിലെ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബൈപ്പാസിൽ കയറി. ഇപ്പോൾ നമ്മുടെ കഴക്കൂട്ടം ഹൈവേ, കഴക്കൂട്ടം ഫ്ലൈ ഓവറൂടെ വന്നതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെട്ട് റോഡ് എത്താൻ പറ്റും. ട്രാഫിക് ബ്ലോക്ക് എല്ലാം വളരെ കുറവാണ്. ഈ സ്ഥലം നമ്മളെ വേളി പാലം ആണിത്. അപ്പം ഒത്തിരി കാലമായി ഞങ്ങൾ ഈ സഫാരി ആയിട്ട് ഒരു ഡ്രൈവ് പോയി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആ മൂകാംബിക ട്രിപ്പ് പോയത് അതിനുശേഷം നമ്മൾ സഫാരി എടുത്ത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കുറേ കാലം കൊണ്ട് നമ്മൾ വെർണയിൽ തന്നെയാണ് കറക്കുക. അപ്പോൾ സഫാരി ഒരു 6 മാസത്തിന് ശേഷം സഫാരി എടുക്കാറുണ്ട്. പക്ഷെ ഒരു ഡ്രൈവിന് വേണ്ടി നമ്മൾ എടുത്തപ്പോൾ നല്ല രസമുണ്ട്. നമ്മൾ ആ സഫാരിയുടെ കമാൻഡിങ് സീറ്റും ആ സംഭവങ്ങളൊന്നും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ്. നമ്മൾ സഫാരി കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ആ ഒരു സഫാരി തരുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. ഫ്ലൈ ഓവർ എത്താറായി. ഫ്ലൈ ഓവറിന് കുറച്ച് ഒരു 1 കിലോമീറ്ററിനകത്തേ വരുള്ളൂ കഴക്കൂട്ടം ഫ്ലൈ ഓവർ എത്താൻ. അമ്മ എന്താണ് പരിപാടി? അമ്മ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നല്ലേ? അമ്മ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളെ ഇന്നത്തെ സർപ്രൈസുകളിൽ ഒരെണ്ണം നമ്മളിവിടെ ഇന്ന് വേറെ ഒരു വണ്ടിയും കൂടെ ഉണ്ട്. അത് ഒരു സഫാരിയാണ്. ചിലപ്പോൾ നമ്മളിവിടെ ഇന്ന് വേറെ 2 സഫാരി ഇവിടെ കാണും. ചിലപ്പോൾ ഒരു സഫാരി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. എൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഞാൻ ചടയമംഗലത്ത് 7:30 എത്താന്ന് പറഞ്ഞാണ്. സമയം ഇപ്പം 7:20 7:20 ആയി. ചടയമംഗലത്ത് 7:45 എത്താന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട്. ഇല്ലെങ്കിൽ നോർമലി ഞാൻ ഇപ്പോൾ 80ക്ക് പുറത്തൊന്നും ഡ്രൈവ് ചെയ്യാറില്ല യൂഷ്വലി. അപ്പോ ചടയമംഗലത്ത് എനിക്ക് തോന്നുന്നു ഇനി ഒരു അരമണിക്കൂറൊക്കെ വേണം. കഴക്കൂട്ടം ഫ്ലൈ ഓവർ എത്തി. ഞാനത് പറയാൻ വിട്ടുപോയി. കഴക്കൂട്ടം ഫ്ലൈ ഓവർ എത്തി. കഴക്കൂട്ടം ഫ്ലൈ ഓവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്കിന്റെ അവിടുത്തെ ബ്ലോക്കും കഴക്കൂട്ടം ജംഗ്ഷനിലെ ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്ത് ബൈപ്പാസ് ചെയ്യും. ടെക്നോ പാർക്ക് ആ ബിൽഡിങ്ങുകളെല്ലാം ടെക്നോ പാർക്കിന്റെ ബിൽഡിങ്ങുകളാണ്. കഴക്കൂട്ടം ഫ്ലൈ ഓവറിന്റെ ഇപ്പുറ സൈഡെത്തി.
ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമുക്ക് MC റോഡിലോട്ട് റൈറ്റ് സൈഡ് കയറുമ്പോൾ വെട്ടർ റോഡ് പോത്തങ്കോട് റൂട്ടാണ്. കോട്ടയം ശബരിമല ഒക്കെ റൈറ്റ് സൈഡിലോട്ട് ബോർഡ് വെച്ചിരിക്കുന്നതാണ്ടാ. കൊല്ലം സ്ട്രൈറ്റ്. ഇതാണ് വെട്ടർ റോഡ്. ഇതാണ് വെട്ടർ റോഡ്. അങ്ങനെ നമ്മൾ കിളിമാനൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോ കിളിമാനൂർ KSRTC ബസ് സ്റ്റാൻഡാണ് റൈറ്റ് സൈഡിലുള്ളത് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിപ്പോഴാണ് ബോർഡ് കാണുന്നത്. ലെഫ്റ്റ് സൈഡാ? റൈറ്റ് സൈഡിൽ ഒരു ബോർഡ് കണ്ടു അങ്ങോട്ട് KSRTC എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമ്മൾ കിളിമാനൂർ കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 7:50. നമ്മൾ 7:30 ചടയമംഗലം എത്താന്ന് പറഞ്ഞു. നമ്മൾ 7:50 കിളിമാനൂർ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിൽ പോകുമ്പോഴാണ് നമ്മുടെ ഒരു വഴിയോരക്കട ഉള്ള, അറിയാമോ, കേട്ടിട്ടുണ്ടോ? ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അത് കിളിമാനൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്റർ എങ്ങാനും വരും. അപ്പം ഈ കടയ്ക്കലോട്ട് പോകാൻ വേണ്ടി റൈറ്റ് സൈഡിലോട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ്. അവിടെ വണ്ടികൾ ഒതുക്കിയിട്ടിരിക്കുന്നുണ്ടോ? തിരക്കുണ്ടോ അവിടുത്തെ? ഒത്തിരി രണ്ട് സൈഡ് രാവിലെ ഉണ്ട്. രണ്ട് സൈഡും കിടക്കുന്ന വണ്ടികൾ ഫുൾ അവിടുത്തെ ആളുകളാണ്. ഇതാണ് വഴിയോരക്കട. അങ്ങനെ നമ്മൾ ചടയമംഗലം എത്തിയിട്ടുണ്ട്. നമ്മളാ അടുത്ത വണ്ടി എത്തിയിട്ടുണ്ട്. അവര് തൊട്ട് പുറകിലുണ്ട്. അപ്പൊ ഇനി അവരെ കയറ്റി വിടണതാണ് നല്ലത്. കാരണം അവർക്ക് ഇനി അങ്ങോട്ടുള്ള റൂട്ട് അവർക്കാണ് കറക്റ്റ് ആയിട്ട് അറിയാന്നുള്ളത്. ആണാ? ഓ, അമ്മുക്കുട്ടി സൺഗ്ലാസ് എല്ലാം വെച്ചാ? ഓക്കെ. അമ്മു ഹാപ്പിയാണാ? ഓ, ഓക്കെ. അപ്പൊ നമ്മളിന്ന് കാട്ടിനകത്തോട്ടാണ് കേട്ടോ അമ്മ പോണത്. പുനലൂർ റൈറ്റ്. നമ്മള് ആയൂരെത്തി. ആയൂര്. ഇത് ആയൂര് ജംഗ്ഷനാണ്. ഒരു വണ്ടിയുടെ കാണും. 3 സഫാരി ഉണ്ടാവും. ആയൂരിൽ നിന്ന് റൈറ്റ് കയറി അഞ്ചലിൽ നിന്ന് ലെഫ്റ്റ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുനലൂർ പോകേണ്ട റൂട്ട് അഞ്ചല് പോയി ലെഫ്റ്റ് എടുത്ത് പോണം. ലോറിയിൽ ആനയെ കണ്ടാമോ? കണ്ടില്ലേ? സൺഗ്ലാസ് മാറ്റിയ കറക്റ്റ് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ആയിരിക്കണം. ഞാൻ ഇപ്പോഴാണ് ഇവിടെ കാണുന്നത് കേട്ടാ. സൺഗ്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കണല്ലോ അമ്മു. ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണോ? അങ്ങനെ നമ്മൾ പുനലൂർ എത്തിയിട്ടുണ്ട്. നമുക്ക് പുനലൂർ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കണം. ശബരിമല, തെന്മല എല്ലാം റൈറ്റിലോട്ടാണ്, ലെഫ്റ്റിലോട്ട് കൊല്ലം. ആ ലെഫ്റ്റ് സൈഡിൽ നേരെ കാണുന്നില്ലേ? ആ കാണുന്നതാണ് പഴയ ഇവിടുത്തെ തൂക്കുപാലം. അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കേട്ടോ. ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് എന്നല്ലേ പറയണത്. അമ്പലത്തിലെ കാവടി എഴുന്നള്ളത്തൊക്കെ നടക്കണുണ്ട്. ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ പഴയ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലം. അപ്പൊ ആ തൂണൊക്കെ കരിങ്കല്ലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ട. ഈ തൂക്കുപാലം കഴിഞ്ഞ് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുത്താണ് നമ്മളെ ഇന്നത്തെ റൂട്ട് നമുക്ക് പോകാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ അലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ വണ്ടി ഒതുക്കി ഒരു വണ്ടി കൂടെ നമുക്ക് വരാനുണ്ട്. അപ്പൊ അവരെ വെയിറ്റ് ചെയ്ത് നമ്മളിവിടെ നിന്നപ്പോൾ നല്ല ചൂട് ഉഴുന്നുവടയും പഴംപൊരിയും പരിപ്പോടെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നേരെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നു. നമ്മളിതാ ഒരു അമ്മുവിന്റെ ഫേവറേറ്റ് പഴംപൊരി ഒരെണ്ണം, എനിക്ക് ഉഴുന്നുവട, പരിപ്പുവട. അപ്പൊ നമുക്കിനി കഴിച്ചിട്ട് കാണാം. പുനലൂരിൽ നിന്ന് വന്ന് അലിമുക്ക് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്. നമ്മളിപ്പോ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് നമ്മൾ യു ടേൺ അടിച്ചാണ് തിരിച്ചു വന്നത്. ഇതാണ് അച്ചൻകോവിൽ പോകാനുള്ള റൂട്ട്. അപ്പൊ നമ്മളെ 3ാമത്തെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇങ്ങനെ പതുക്കെ ഈ റോഡ് മോശമാണെന്ന് തോന്നുന്നു ഇവിടെ. അപ്പൊ ഇതുപോലത്തെ റോഡില് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും യാത്ര. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി പെർഫോം ചെയ്യുകയും ചെയ്യും ഇതുപോലത്തെ റോഡുകൾ.
ഇച്ചിരി പൊളിഞ്ഞ റോഡുകൾ. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സഫാരിയുടെ. നമ്മൾ ഹൈവേകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സഫാരി, ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സഫാരി 3 ലിറ്റർ സഫാരിയാണിത്. ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യണത് ഇതുപോലത്തെ റോഡുകളിലാണ്. രസമുണ്ടല്ലേ? മണ്ണും പറത്തി പോയാണ് 2 സഫാരികൾ ഫ്രണ്ട്. ഒന്ന് സ്റ്റോമാണ്, ഒന്ന് 2.2 ഡൈക്കോറ. ഫ്രണ്ടിൽ പോണത് 2.2 ഡൈക്കോറാണ്, നമ്മളത് 3 ലിറ്റർ ഡൈക്കോറാണ്. ഈ നടുക്ക് പോകുന്നത് സ്റ്റോമാണ്.